ഈ വീഡിയോയിലെ കഥയുടെയും കഥാപാത്രങ്ങളുടെയും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സാങ്കല്പികമാണ്. ഇതിൽ ഏതെങ്കിലും സമയം യാഥാർത്ഥ്യ ഘടകങ്ങളുമായി പൂർണ്ണമായും ആകസ്മികമാണ്. ഈ വീഡിയോ വെറും ഒരു കലാപരമായ സൃഷ്ടിയാണ്. ഏതൊരു വ്യക്തിയും സമൂഹത്തെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പ്രേക്ഷകർ ഇതിനെ വിനോദ ലക്ഷ്യത്തോടെ കാണുമെന്ന് വിനോദ നടത്തിയിരുന്നു. ഈ നിമിഷം മുതൽക്കേ കിം ബോംസോക്കിനെയും കിം ജുവോനെയും ഭാര്യ ഭർത്താക്കന്മാരായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതെ, ഇവിടെ ആരും ഇല്ലേ? ആ പറഞ്ഞു. ഓ, ജ്യേഷ്ഠനോ? അദ്ദേഹം ഇവിടെ ഇല്ലേ? ഇല്ല, ജോലിക്ക് പോയി. എന്ത് പറ്റി? ദേശത്ത് നിന്നും നിന്റെ ചാരപ്രവർത്തനം നിർത്തി തിരിച്ചു പോകാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോ അതിനെ കുറിച്ച് സംസാരിക്കാൻ. അങ്ങനെ ആ ദിവസം എത്തിയല്ലേ? താങ്കൾ തന്നെ പറയുന്ന പോലെ ഞാൻ എങ്ങനെ പോവാനാണ്? ഇദ്ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ചോ? അങ്ങനെ ഈ സ്വാമിക്ക് ജീവിക്കണ്ട. പ്രവർത്തനം കഴിഞ്ഞല്ലോ. രാജ്യസ്നേഹം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടുത്തെ ജനങ്ങളോടോ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനോടോ എന്റെ ഭൂതകാലത്തെ പറ്റി ഒരക്ഷരം ഞാൻ മിണ്ടുന്നില്ല. പക്ഷെ എനിക്ക് ഇവിടം വിട്ടു പോകാൻ പറ്റില്ല. കാരണം എന്റെ സ്വർഗം ഇപ്പോൾ ഇവിടെ ആണ്. ഞാൻ ജീവിതത്തെ ഒന്ന് ആസ്വദിച്ചു തുടങ്ങിയല്ലോ. അപ്പോഴേക്കും ജോനി, അയ്യോ ജോനി, എന്ത് പറ്റി? കുഴപ്പമില്ല, ഇത് 2 ദിവസമായി
തുടക്കം കുറിച്ചിട്ട്. ഒന്നും പറയണ്ട, ഞാനൊരു വൈദ്യരെ വിളിക്കാം. ആ ആ ജിയാനാവ്, താങ്കൾ ഉള്ളത് നന്നായി. ഒന്ന് ഇവൾക്ക് കാവൽ നിൽക്കണേ, ഞാൻ ഇപ്പോൾ വരാം. ഇസാമി, താൻ എന്തു പറ്റി? എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ എന്റെ ഉള്ളിൽ ശരിയാണെങ്കിൽ എന്റെ ഉള്ളിൽ വേറൊരു ജീവൻ കൂടി വളരുന്നുണ്ട്. അതിനർത്ഥം ഞാൻ ഗർഭവതിയായിരിക്കും, പക്ഷെ അറിയില്ല. ജോനി, ആ എല്ലാരും പുറത്തു പോവും. കുട്ടി ഹസ്തം നീട്ടു. നോവിന് രണ്ട് തുടിപ്പ് കേൾക്കാം. അതെ, പുറത്തായിട്ട് എത്ര കാലമായി? അത് 8 വാരങ്ങളായി. അപ്പോൾ ഞാൻ നിരീക്ഷിച്ചത് തന്നെ. കുട്ടി ഒരമ്മയാവാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെതായ പക്വതയിൽ വേണം നോക്കാനും നടക്കാനും ഒക്കെ. 2 വാരം കഴിഞ്ഞ് എന്നെ കാണാൻ വരണം കേട്ടോ. വൈദ്യരെ, എന്റെ പത്നി. ഏയ്, കുഴപ്പമൊന്നുമില്ല. തനിക്കൊരു സന്താനം വരാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. എന്ത്? ശരിക്കും സത്യമാണോ ഇത്? പുതിയ കുടുംബം തുടങ്ങാൻ പോവുകയല്ലേ, സന്തോഷിക്കൂ. ഞാനെന്നാൽ ഇവിടെ പോട്ടെ. നന്ദിയുണ്ട് വൈദ്യരെ, നന്ദി. എന്റെ ജോലി ഒരമ്മയാവാൻ എന്റെ പത്നി. എന്താണോ, നീ അവളുടെ അടുത്തേക്ക് ചെല്ലൂ. എന്നിട്ട് അവളോടൊപ്പം പോയി സന്തോഷിക്കുക. അതിനു മുൻപ് എനിക്ക് നന്ദി പറയാനുള്ളത് താങ്കളോട് ജിയാനാവ്. എന്റെ പ്രണയം തിരിച്ചറിഞ്ഞ് താങ്കൾ എനിക്ക് അവളെ തന്നില്ലേ, നന്ദി. ഞാനൊരു ജ്യേഷ്ഠന്റെ കടമ നിർവഹിച്ചു. പോ, നീ അവളുടെ അടുത്തേക്ക് ചെല്ല. ക്ഷമിക്കണം, അറിയാതെ. ദൈവമേ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. താൻ ഏതാ സാമദ്രോഹി? താൻ കാരണം എന്റെ കുടമെല്ലാം പൊട്ടി. 3-4 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുത്തതാ. നശിപ്പിച്ച് കളഞ്ഞല്ലോ. മൂഢം, മന്ദം, ആരുടെ നേളമുണ്ട്? സാമാന്യ വിവരം പോലും ഇല്ലല്ലോ. അയ്യോ, നിർത്ത്. തനിക്ക് ഞാൻ വേണ്ട പണം നൽകിയാൽ പോരെ, കാര്യം കഴിഞ്ഞില്ലേ? ആഹാ, തന്റെ പണം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് നിർമ്മിച്ച സൃഷ്ടികളുടെ മണ്ണിന്റെ വില പോലും ഉണ്ടാവില്ല. ഇവിടെ കൊണ്ട് ഈ പെണ്ണേതാ? എന്തോ? താൻ എന്തായാലും കയ്യിലുള്ള ആ പണം താ. എത്രയാണെന്ന് പറയൂ. ഹെക് ജോൺ. ആ, ദേ, മുഴുവനായി ഹെക് ഉഷപ്പ് ജോനുണ്ട്. ഓ, അത്ര വലിയ അഹങ്കാരം ഒന്നും വേണ്ട ഏമാനെ. 100 മതി. എന്നാലും ഇവിടെ ഏതാ? മമ്മി, ജോനി, എന്റെ ജീവിതം നീ അപൂർണമാക്കി. കാലങ്ങളായി കുടുംബമില്ലാത്ത അനാഥനായി നടന്നിരുന്ന എന്നെ ഒരു ഗൃഹസ്ഥനാക്കിയത് നീയാ. നീ കാരണം എന്റെ ജീവിതം ഒന്നുകൂടെ പൂർണ്ണമാവാൻ പോവുകയാണ്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ ജോനി. മമ്മി, താങ്കൾ കരയുകയാണോ? ആനന്ദ കണ്ണീര്. എന്താ ഇത് ഭൂമി? ഇത് ഞാൻ മാത്രമായിട്ട് തീരുമാനിച്ചൊരു കുഞ്ഞാണോ? നമ്മൾ പങ്കിട്ട പ്രണയത്തിന്റെ അംശമാണ് എൻ്റെ ഉള്ളിൽ വളരുന്നത്. അതിന് നമ്മൾ എപ്പോഴും ഈ സൗഭാഗ്യം ഒരുക്കി തന്ന് സർവശക്തന് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. നീ പറഞ്ഞതും ശരിയാ. നമുക്ക് ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ പോണം. നോക്കൂ, പറയൂ. എല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുക ഞാൻ. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്നെ വഞ്ചകയായി ചിത്രീകരിക്കരുത്. നീ എന്തൊക്കെയാ പറയുന്നത്? എന്തേ, ഒരു ജീവനുള്ളിൽ വന്നപ്പോഴേക്കും സ്വബോധമൊക്കെ പോയോ എന്റെ പ്രിയപത്നി? ഫലിതമല്ല, കാര്യമായും പറഞ്ഞതാണ്. നിന്റെ ഈ കുഞ്ഞു നെഞ്ചിനുള്ളിൽ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നീ എന്ന വ്യക്തിയുടെ സ്വകാര്യതയാണത്. അതിന്മേൽ കണ്ണു കടത്താൻ എനിക്കൊരധികാരവുമില്ല. നീ എന്ത് ചെയ്തു എന്നെനിക്കറിയില്ല. പക്ഷെ അതിലൊരു ശരിയുണ്ടാവുമെന്ന് നിന്റെ ഭർത്താവ് എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കും. ഇതുപോരെ? മതി, ഇത് മാത്രം മതി. ഒത്തിരി
സന്തോഷമുണ്ട്. എന്റെ ഈ ഉള്ളിൽ വളരുന്ന ജീവന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നത് സ്വബോധമുള്ളൊരു പൂർണ്ണ പുരുഷനാണല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ പൊന്നിങ്ങവ, നമ്മുടെ കുഞ്ഞ് നിന്നെ വല്ലാണ്ട് കരയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഈ അപ്പൻ ഇദ്ദേഹം പുറത്തു വരുമ്പോ കൊടുത്തോളാം. ഇതെന്താ അവിടെ ഒരു വെളിച്ചം? നിങ്ങൾക്ക് ഉറങ്ങാറായില്ലേ? സമയം നട്ട പാതിരാത്രിയായി. എന്താണ് എന്റെ ഭവതി, എന്തിനാണ് താൻ ഇത്ര ദേഷ്യപ്പെടണേ? താങ്കൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ഇങ്ങനെ ഉറങ്ങാതിരുന്ന അത് ശരീരത്തിന് എത്ര രോഗങ്ങൾക്ക് കാരണമാകുമെന്നറിയോ? അപ്പൊ നിന്റെ ഈ കുഞ്ഞു വാ പൂട്ടിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം? നോക്ക്, ഞാനെന്താ വരച്ചുകൊണ്ടിരുന്നേന്ന്. ഇത് ഞാനല്ലേ? താൻ തന്നെ, സാക്ഷാൽ കിം ബംസോക്കിന്റെ പത്നി കിം ജുവോൺ. എന്നെ കാണാൻ ഇത്ര സൗന്ദര്യമോ? അതെ, പുറമേ മാത്രമല്ല ഉള്ളിലും താൻ എന്റെ സുന്ദരിയ. അശ്ശേ, എന്റെ പത്നി കരയുകയാണോ? അല്ലെങ്കിൽ നമ്മുടെ സന്താനം കരയിപ്പിക്കുകയാണോ? ദേ, എന്റെ പത്നിയെ കരയിപ്പിക്കണ്ട കേട്ടോ, ഇല്ലെങ്കിൽ ഈ അപ്പ കാണിച്ചു തരും ഞാൻ ആരാണെന്ന്. ഒന്ന് പോയെ പാവ എന്റെ കുഞ്ഞ്. അപ്പൊ പറയുന്നത് കേൾക്കണ്ട കേട്ടോ, ഈ അമ്മ ഉണ്ടാവും കൂടെ. ഓ, അപ്പോഴേക്കും എന്നെ വേണ്ട അല്ലേ? എന്റെ ജീവിതത്തിൽ വന്ന് അനുഗ്രഹമല്ലേ താങ്കൾ? നിങ്ങളെ വേണ്ടെന്ന് വെച്ച എന്റെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ഈ ഇസാമി തയ്യാറാണ്. ഇസാമി അല്ല, ജോനി. അത് നാക്കിന്റെ പിഴവല്ലേ, സാരമില്ല. താൻ എനിക്ക് വേണ്ടി ആരെയും കൊല്ലുകയൊന്നും വേണ്ട കേട്ടോ. കാരണം ഞാൻ കൂടെ ഉണ്ടാവും, നിനക്ക് എപ്പ വേണമെങ്കിലും. എന്തു പറ്റി ജോനി? താൻ നിക്ക്, ഞാനിപ്പോൾ വൈദ്യുതിയുമായി ചടിയെ വിളിച്ചിട്ട് വരാം. എനിക്ക് നിങ്ങൾ പറ്റിയാൽ നമ്മുടെ കുഞ്ഞിനെ നോക്കണേ. എന്തനർത്ഥങ്ങളാ താനെ പറയണേ? ഒന്നും സംഭവിക്കില്ല. താൻ എവിടെയും എന്റെ കുഞ്ഞിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും കേട്ടോ. ആ മോനെ, ആൺകുട്ടിയാ കേട്ടോ. നന്ദി ജുവോനി. അവൾക്ക് എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, ക്ഷീണത്തിൽ ഇറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. നേരം പുലരാറായി, ഞാൻ ചെല്ലട്ടെ. ശരി. എനിക്ക് വിലമതിക്കാനാവാത്ത സമ്പാദ്യമാണ് തന്നിരിക്കുന്നത്. ഇവനെ നിന്നെ എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിൽ ഞാൻ സംരക്ഷിക്കും. ഇത് ഈ ബൊംത എന്ന വാക്കാണ്. ജോനി, അയ്യോ എഴുന്നേൽക്കാതെ, നീ കിടക്ക്. ദാ, നമുക്കൊരു പുത്രനെയാ ദൈവം അനുഗ്രഹിച്ചു തന്നത്. എന്റെ കുഞ്ഞിനൊന്ന് തരുവോ? ചേർത്ത് വെക്കാനാ. ഇതാ, എന്ത് ഭംഗിയാ കാണാൻ. താങ്കളെപ്പോലുണ്ട് ഭൂമി. കാർന്നെടുത്ത മൂക്കും ചെറിയ കണ്ണും. പക്ഷെ തന്റെ ചുണ്ടുകളാ
അവന് കിട്ടിയത്. നമ്മുടെ പുത്രന് പേരിടണ്ടേ? ആ, താൻ വല്ല പേരും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ നമ്മുടെ മകന് ഞാൻ കിം തേ വു എന്ന് പേരിടുന്നു. കിം തെ വു. ബ്രഹ്മാണ്ടം. നമ്മുടെ ലോകം ഇനി കിടന്നുറങ്ങുന്ന ഈ കുഞ്ഞ് ഇദ്ദേഹമാണല്ലേ? അപ്പോ ഞാനും താങ്കൾ എന്റെ ശ്വാസമല്ലേ? കിം ബംസോക്കില്ലെങ്കിൽ ഈ ലോകത്ത് കിം ജുവാനിക്ക് ഒരർത്ഥവുമില്ല. ബംസോക്ക് എവിടെയാണോ അവിടെ ഉണ്ടാവും ഈ ജുവാനി. ജുവാനി ഒരു തരത്തിലുള്ളതുമില്ല. ജുവാനി പറഞ്ഞതാ. സ്വാമി, നീ നിന്റെയും നിന്റെ ചെറിയ കുടുംബത്തെയും അപകടത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്. നീ മാപ്പർഹിക്കുന്നില്ലേ സ്വാമി? കുറച്ചു കാലങ്ങൾ കൊണ്ട് തന്നെ ഈ കുടുംബം നീ കാരണമില്ലാതെയായിപ്പോ. ഭൂമി, അവിടെ ആരെങ്കിലും ഉണ്ടോ? താൻ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തോന്നുന്നതായിരിക്കും. ഇപ്പോൾ താൻ കിടക്ക്. ജോലി, ആഹാ, വന്നോ എന്റെ മിടുക്കൻ? എവിടെ പുത്രന്റെ അമ്മ എവിടെ? അവിടെ നിന്ന് എന്തോ പരിശീലിക്കുകയാണ്. എന്താണെന്നറിയില്ല. ഞാൻ എന്നാൽ പോയി നോക്കട്ടെ. അപ്പക്കല്ലിന് അമ്മ മാത്രം മതി. എന്നെ ആക്കും വേണ്ടല്ലോ. എടത്തെമ്മാടി, നിന്റെ അമ്മയ്ക്ക് മുൻപ് അവൾ എന്റെ ഭാര്യയാ, അതോർത്തോണം. പക്ഷേ അവളുടെ ലോകം നീയാ. അമ്മയ്ക്ക് നിന്നെ കഴിഞ്ഞേ ഞാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പൊന്നു പുത്രൻ ഈ കടന്നല് കുത്തി മുഖം വെക്കാതെ ചെല്ലും. ചങ്ങാതിമാരോടൊപ്പം പോയിട്ട് കളിക്കും. ഭൂമി, ഇത് ശരിയല്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ എന്നെ പേടിപ്പിച്ചാലോ? താൻ അന്നും ഇന്നും ഒരേപോലെ. എന്താ എന്റെ പത്നി ഇങ്ങനെ ആയുധാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നേ? എന്നെ വധിക്കാനാണോ? അതിനെന്റെ വാള് വേണമെന്നില്ല, എന്റെ നാവ് മാത്രം മതി. ഓഹോ, എന്തേ വരാൻ താമസിച്ചത്? അത് കൊട്ടാരത്തിലെ സേനാധിപതിയുടെ മകളുടെ ചിത്രം വരയ്ക്കാനായിരുന്നു. ഏറ്റവും മികച്ച രീതിയിൽ വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് സമയം കുറെ വൈകി. സേനാധിപതിയുടെയോ? പിന്നെ സേനാധിപതിയുടെ വർത്താനത്തിൽ നിന്നും കേട്ടതാ, നമ്മുടെ ശത്രുരാജ്യമായ ജപ്പാനിൽ നിന്നും യുദ്ധം വരുന്ന നല്ല സാധ്യതയുണ്ടത്ര. നമ്മുടെ രാജാവിനോട് അവർ തന്നെ പറഞ്ഞു അവരുടെ ജാരന്മാർ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഭയങ്കര പരിശോധനയാണ് ദേശമെങ്ങും. അതെയോ? എന്ത് കഷ്ടമാണല്ലേ. നിനക്ക് പേടിയാവുന്നുണ്ടോ? എന്തിന്? അല്ല, യുദ്ധമുണ്ടെന്നറിഞ്ഞിട്ട്. പേടിയില്ലാതെയൊന്നുമില്ല, എന്നാലും. ശരി. ഇവിടെ ആരുമില്ലേ? ആ, ഉണ്ട്. ദേശത്ത് ചാരന്മാരുള്ള കാര്യം അറിയാലോ. അതുകൊണ്ട് താങ്കളുടെ പത്നിയോട് നമുക്ക് സംസാരിക്കണം. എന്തിന്? അതിന് അവൾ ജപ്പാനിൽ നിന്നുമല്ല വന്നത്. പുറം രാജ്യക്കാരോട് ചോദ്യം ചോദിക്കുവാനാണ് ഉത്തരവ്. ഭൂമി, തടയണ്ട. അവരെന്താണെന്ന് വെച്ചാൽ ചോദിക്കട്ടെ. ഇതെന്തോ ഒരു കത്ത്. സ്വാമി, നിന്റെ കുടുംബത്തിന്റെ അന്ത്യം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭർത്താവിനെ ഉടനെ നമ്മൾ കൊണ്ടുപോകും. കൂടെ നിന്റെ മകനെയും. രാജ്യദ്രോഹിയായ നീ ഒന്നും അർഹിക്കുന്നില്ല. സമയത്തെ നോക്കി വെച്ചോ സ്വാമി, അപകടം നിന്റെ പിന്നാലെ വരുന്നുണ്ട്. എനിക്ക് ഈ കത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. നീ ജീവിക്കുന്നത് കണ്ട് രസിക്കാത്ത ഏതോ ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത്. 7 ആണ്ടുകൾക്ക് മുൻപ് ഭയമില്ലാത്തവളായിരുന്നു ഈ സ്വാമി. അന്ന് നമ്മൾക്ക് നഷ്ടപ്പെടാനും നശിക്കാനും ഭയമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നഷ്ടപ്പെടാൻ ആളുകളുള്ളത് കൊണ്ട് വെറും ഒരു സ്ത്രീയായി മാറി. സ്വസ്ഥതയും സമാധാനവും എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴേക്കും
ഏയ് ഇസാമി, നീ ഇങ്ങനെ കരയാതെ. ഞാൻ 6 ആണ്ടുകൾക്ക് മുന്നേ കണ്ട ഇസാമി ഇതല്ല. അവൾ ധൈര്യശാലിയായിരുന്നു. അനർത്ഥങ്ങൾക്കെതിരെ ശബ്ദിക്കാനും വധിക്കാനും മടിയില്ലാത്തവൻ. കുടുംബമാരെങ്ങനെയാണ് ജ്യേഷ്ഠ? വല്ലാണ്ടങ്ങ് മാറിയെന്ന് വരും. ഞാനും ഇപ്പോൾ ഗൃഹസ്ഥനാണെന്നുള്ള കാര്യം നീ മറന്നു. ഗൃഹസ്ഥം, കുടുംബം ഒന്നുമല്ല. ധൈര്യം, ബുദ്ധി, ഇതിലൊക്കെയാണ് കാര്യം. അവർ നമ്മുടെ മനസ്സുകൊണ്ട് തളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നേറുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ കിടന്ന് കരയുകയല്ല. ശരിയാ, എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. ആട്ടെ, ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് അതെന്തായി? എന്തു പറയാനായി സ്വാമി? അവൾക്കും എനിക്കും ഒരേപോലെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കാണോ അവൾക്കാണോ കുഴപ്പമെന്നറിയില്ല. വൈദ്യരെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് സന്താന ഭാഗ്യമില്ല എന്നാണ്. എന്റെ ചെവിക്ക് സമാധാനം തരാത്തൊരു കിറുക്കി പെണ്ണായിരുന്നു. പക്ഷെ ആ വൈദ്യരെ കാണിച്ചതിന് ശേഷം അവളുടെ ആ കുട്ടിത്വവും വാശിയും ദേഷ്യവും ഒക്കെ പോയി. മിണ്ടാതെയായി, ഇടയ്ക്കിടയ്ക്ക് കരച്ചിലായി, എന്നോട് ക്ഷമ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എന്നെ വേറെ വിവാഹം ചെയ്യിക്കാനുള്ള ഏർപ്പാടിലാണ് അവൾ. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായോ അവസാനമായോ ഒരു പെണ്ണിനെ സ്ഥാനമുള്ളൂ. അതവളാണ്, കിം സോയൂൻ. അവളെ ഗർഭവതിയാക്കുവാനല്ല ഞാൻ അവളെ വിവാഹം കഴിച്ചത്. അവളെ എന്റെ പത്നിയും എന്റെ ജീവിത പങ്കാളി കൂടിയാക്കണമെന്നാണ്. ഒരു കുഞ്ഞില്ലെന്ന് കരുതി ജീവിതമൊന്നും നശിക്കില്ലല്ലോ. തീരുന്നുണ്ടെങ്കിൽ തീരട്ടെ, അല്ലാതെ എന്താ? ജ്യേഷ്ഠ, അങ്ങ് വിഷമിക്കല്ലേ. ഈശ്വരനൊരു വഴി എന്തായാലും ഒരുക്കിത്തരും. നമ്മൾ ഏവരും പ്രാർത്ഥിക്കാറുള്ളതല്ലേ. എന്റെ പത്നി, അവളുടെ മുഖത്തെ ആ പ്രകാശം തിരിച്ചു വരണം. അതിന് ഏതറ്റവും ഞാൻ പോകും. ഇവിടെ ആരുമില്ലേ? എന്താണ് കാര്യം? ശത്രു രാജ്യത്തിൽ നിന്നും യുദ്ധം പുറപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിൽ വേണ്ട വിധം സൈനികരില്ല. അതുകൊണ്ട് രാജ്യത്തിലെ യുവാക്കൾ ഏതായാലും യുദ്ധത്തിന് പോയേ പറ്റുള്ളൂ എന്ന കൽപ്പന വന്നിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ തന്നെ സാമഗ്രികൾ എടുത്തിറങ്ങണം. ഇത് ഉത്തരവാണ്. നിങ്ങൾ ഇതെന്താണ് ഈ പറയുന്നത്? ഒരു തരത്തിലുള്ള പരിശീലനവുമില്ലാതെ യുദ്ധത്തിന് പങ്കെടുപ്പിക്കാനോ? എനിക്ക് സമ്മതമല്ല. അതിനൊരു സ്ത്രീയുടെ സമ്മതം വേണമെന്ന് ആര് പറഞ്ഞു? ഇത് രാജകൽപ്പനയാണ്, പാലിച്ചേ പറ്റുള്ളൂ. പക്ഷെ ജുമോനി, നിൽക്കൂ. നമുക്ക് സംസാരിക്കാൻ എനിക്ക് 10 നിമിഷം വേണം. ജുമോനി, എനിക്ക് അവന് വിശ്വാസമില്ല. താങ്കൾ പോകല്ലേ. എന്റെ മോനെ തനിച്ചാക്കില്ലേ. ജുമോനി, രാജകൽപ്പനയാണ്, പോയല്ലേ പറ്റുള്ളൂ. ചിലപ്പോൾ ഇത്ര മാത്രമേ നമ്മുടെ ജീവിതമുള്ളൂ ആയിരിക്കും. ഇല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കില്ല. യുദ്ധത്തിന് പോയി താങ്കൾക്ക് എന്തെങ്കിലും പറ്റ? ഇല്ല, ഈ ജോലി സമ്മതിക്കില്ല. ജുമോനി, നീ എന്റെ പെണ്ണല്ലേ, ധൈര്യശാലിയും ശക്തിമതിയുമായവൾ. നീ പേടിക്കുന്നത് എന്തിനാ? നല്ലത് പ്രതീക്ഷിക്കും. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എന്റെ രാജ്യത്തിന് വേണ്ടിയല്ലേ ഞാൻ എന്റെ ജീവൻ അർപ്പിച്ചത്. അതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പൊന്നിനെ തടയല്ലേ. സമയമായി. ആ, വരുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെ, സമയമായി. ക്ഷയിച്ചിട്ട് വരും. നമ്മൾ കാത്തിരിക്കും നിങ്ങളുടെ വരവിന്. എന്റെ പത്നി, എന്റെ ദേവി, എന്നെ അനുഗ്രഹിക്കണം. അയ്യോ, താങ്കൾ എന്തായി പറയുന്നേ? നീയാണ് എന്റെ ദേവി, അതുകൊണ്ട് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്റെ പുത്രൻ. ആഹാ, എന്റെ ദേവ് വന്നല്ലോ. അയ്യോ, അപ്പ മുന്നിലുള്ള ആള് പറഞ്ഞു അപ്പ യുദ്ധത്തിന് പോവുകയാന്ന്.
അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നത്. അപ്പ വീരനായി തിരിച്ചു വരും. ദേവുവിനെ അപ്പൊ കുറെ സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ കുറെ സാധനങ്ങൾ തിന്നാൻ വാങ്ങിച്ചിരും. അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വരും കേട്ടോ. എന്റെ പുത്ര ദേവു, നല്ലവണ്ണം പഠിച്ച് വലിയൊരു സ്ഥാനത്തെത്തണം. എന്റെയും അമ്മയുടെയും അഭിമാനം നീ കാത്തു സംരക്ഷിക്കണം കേട്ടോ. അപ്പൊ പോവട്ടെ. പിന്നെ ജോനി, ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം ഞാൻ നിന്നെ തേടി വരും. നമ്മുടെ കുഞ്ഞിനെ നോക്കണേ. എന്റെ പൊന്ന്, ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കണേ. ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട്. അത് 2 നാൾ കഴിഞ്ഞ് നീ വായിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുവാനുണ്ട്. ശരി, പോയി ജയിച്ചു വാ. എന്താ മോൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം 4 ദിവസം മുന്നേ രാജ്യത്തിന് യുദ്ധമുണ്ടെന്ന് പറഞ്ഞ് പോയി. അയ്യോ, എന്താ എന്തിനാണ് നീ ഇങ്ങനെ ശബ്ദിക്കുന്നത്? നിനക്ക് കിട്ടിയ കത്തിന്റെ പിന്നിലുള്ള ആളെ ഞാൻ കണ്ടുപിടിച്ചു. അത് വേറെ ആരുമല്ല, കത്സുറോ. നീ? അതെ, നിന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന കത്സുറു നിന്റെ വിജയങ്ങൾ കണ്ട അസൂയയും ദേഷ്യവും തലയ്ക്കുമൂത്ത് അവനെ കൊണ്ട് പ്രേരിപ്പിച്ചതാണിത്. ഇപ്പോൾ അവൻ നിന്റെ ഭർത്താവിനെ അപഹരിച്ചു കൊണ്ടുപോയതാണ്. രാജ്യത്തിപ്പോൾ യുദ്ധമൊന്നുമില്ല. അന്നവൻ ചിത്രം വരയ്ക്കാൻ പോയത് കത്സുറോ കാലങ്ങളായി താമസിച്ച വീട്ടിലേക്കാണ്. അവിടെ നിന്നാണ് എല്ലാ തരത്തിലുള്ള തെറ്റായ വിവരങ്ങളും ബൊമ്മന് പറഞ്ഞു കൊടുത്തത്. കൂടാതെ ഇതിനൊക്കെ കൂട്ടിന് വേറൊരാളും കൂടിയുണ്ട്. ആരാത്? അത് പറഞ്ഞോളൂ, അല്ലെങ്കിൽ എന്റെ സ്വരൂപം നിങ്ങൾ കാണും. തകേഷി ര്യോജൻ. അത് നമ്മുടെ ചക്രവർത്തി അല്ലേ? അതെ, അദ്ദേഹം തന്നെ. അവരിപ്പോൾ എവിടെയാണെന്നറിയോ? ബൊമ്മനെ രാജ്യം കടത്തിയിട്ടുണ്ടാവില്ല. എനിക്കെന്റെ ഭൂമിയുടെ അടുത്ത് എത്തിച്ചേരണം എങ്ങനെയെങ്കിലും. നീ പോയി പുറപ്പെട്, ഞാൻ വിവരങ്ങൾ നീ തരാം. പക്ഷേ ദേവു, ജ്യേഷ്ഠത്തിയുടെ പക്കലാക്കാം. കത്ത്. പ്രിയപ്പെട്ട എന്റെ ജോനിക്ക്, ഈ പേരാണ് ഞാൻ ഇത്രയും കാലം വിളിച്ചുകൊണ്ടിരുന്നത്. ഞാനായി എന്റെ പ്രിയപത്നി കിട്ട നാമം. താൻ ഞെട്ടുമോ എന്നറിയില്ല, എന്നാലും പറയുക. ഇസാമി, അതാണ് തന്റെ പേരല്ലേ? ഞാൻ കുറെ അന്വേഷിച്ചു ഈ പേരിന്റെ അർത്ഥം എന്താണെന്ന്. ധൈര്യശാലി. നീ നമ്മുടെ ശത്രുരാജ്യമായ ജപ്പാനിൽ നിന്നും വന്നവളാണെന്ന് ഞാൻ ഏകദേശം 3.5 ആണ്ടുകൾക്ക് മുൻപാണ് അറിഞ്ഞത്. താൻ ഈ ദേശത്തിൽ എന്തിനാണ് വന്നതെന്നും എന്ത് ചെയ്യാനാണ് വന്നതെന്നും എന്നോട് എന്തിനാണ് സത്യങ്ങൾ പറയാത്തത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് ഇസാമി. നിന്നെ ഇത്രത്തോളമുള്ള ധൈര്യമുള്ള തീരുമാനങ്ങളും സാഹസികതയും ഒക്കെ നിന്റെ ദേശത്തിനുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ കാരണമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെക്കുറിച്ചോർത്ത് നിന്റെ ഭർത്താവായ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇസാമി എന്ന പേര് നിന്റെ മണ്ണിന്റെ സ്പന്ദനമാണ്, നാടിന്റെ വീര്യമാണ്. അതിൽ നിന്നും താൻ ഞാൻ തന്ന ഈ പേരായ ജുവോൻ സ്വീകരിച്ചില്ലേ, അതും എനിക്ക് വേണ്ടി. നീ എന്റെ പ്രണയം മാത്രമല്ല ജുവോനി, എന്റെ ജീവൻ കൂടിയാണ്. അവിടെ നിന്നും നിന്റെ ലക്ഷ്യത്തിനായി വന്നപ്പോഴും ഞാൻ കാരണം കുടുംബിനിയാകേണ്ടി വന്നവൾ, എന്റെ പുത്രന്റെ മാതാവാവേണ്ടി വന്നവൾ. ഞാൻ പറയുന്നത് സത്യമാണോ എന്നറിയില്ല. എന്റെ കൂടെ വന്നതിന് ശേഷം താൻ വിഷമിച്ചിട്ടില്ല എന്ന്. അല്ലെങ്കിൽ ഞാൻ തന്ന നാമം സ്വീകരിക്കുമായിരുന്നു. തനിക്കെന്നെ അറിയുന്നിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നു, തനിക്ക് വേണ്ടി ഞാൻ ഇത്രയും എഴുതിയത് തന്റെ പേരുകളുടെ അടിസ്ഥാനത്തിലല്ല എന്ന്. ജുവോനി, നീ ഇത് വായിക്കുമ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ തിരിച്ചു വന്നെന്ന് വരില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, എന്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നും നീയായിരിക്കും കൂടെ, നമ്മുടെ മകനും.
ഇതെഴുതുമ്പോൾ നമ്മൾ പങ്കിട്ട ആദ്യ ചുംബനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിന്റെ വിരലുകൾ എന്റെ ശരീരത്തെ പുണർന്നപ്പോൾ എന്റെ ഹൃദയം ചെയ്ത വാഗ്ദാനത്തെ ഞാൻ മറക്കുകയില്ല. നിന്നെ ഞാൻ പ്രിയങ്കരിയായല്ല, എന്റെ പ്രാണനായാണ് സ്നേഹിച്ചത്. ഈ ഭൂമിയിലെ എന്റെ അവസാന ഓർമ്മയിൽ പോലും നീ ഉണ്ടാവും ജോനി, അല്ല ഇസാമി. എനിക്ക് രണ്ടും എന്റെ പുലിക്കുട്ടിയായ പത്നിയാണ്. എനിക്ക് അവസാനമായി ഒന്നേ പറയാനുള്ളൂ, ഇസാമി, നീ കരയരുത്. ഈ ലോകത്തിൽ ഞാനില്ലെങ്കിലും എന്റെ പ്രണയം നിന്റെ കൂടെ എന്നും ഉണ്ടാവും. സ്നേഹിക്കാൻ ആരുമില്ലാതെ എനിക്കൊരു കുടുംബം തന്നത് നീയാ. ഒരു കണക്കിന് പറഞ്ഞാൽ എന്റെ ശത്രുരാജ്യം എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്തും സമ്പാദ്യവും അത് നീയാണ് ഇസാമി. ഞാൻ പോയാലും എന്റെ മകനും നീയും സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ കാവലാളായി പിന്നിൽ നിഴൽ പോലെ കൂടെയുണ്ടാവും എന്ന് എന്റെ ജുവോനിയുടെ പ്രിയപ്പെട്ട ഭർത്താവ് കിം പൊങ് സോക്ക്. ഓ, എഴുന്നേറ്റോ? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ. താനാരാ? നിനക്കറിയണം അല്ലേ? പറയാം, നിന്റെ പ്രിയപ്പെട്ട പത്നിയുടെ മുൻ ആത്മാർത്ഥ സുഹൃത്ത്. ഓ, വിശ്വാസം വരുന്നില്ല അല്ലേ? അതിന് നിനക്ക് അവൾ ആരാന്നറിയോ? ചെറുപ്പം മുതൽക്കേ എന്റെ സൗഭാഗ്യങ്ങളെല്ലാം അവള് തട്ടിയെടുത്തു. പഠിപ്പ് തൊട്ട് ആയോധന കലകളിൽ വരെ. വെറും ഒരു പെണ്ണ്. സൈന്യത്തിൽ ചേർന്നപ്പോഴേക്കും അവിടെയും അവൾ ശ്രദ്ധ നേടാൻ തുടങ്ങി. എന്നിട്ടോ അവളെ ഈ രാജ്യത്തിലേക്ക് ജാരപ്രവർത്തനം നടത്താൻ പറഞ്ഞയച്ചിരിക്കുന്നു. അവിടെയും അവൾ താരം. പക്ഷേ അവൾ എന്ന് തൊട്ട് നിന്നെ കാണാൻ തുടങ്ങിയോ അന്ന് തുടങ്ങി അവളുടെ കഷ്ടകാലം. എന്താണ് നീ എങ്ങനെ നിന്നെ പോലുള്ള ചാവാലി നായ്ക്ക് കഴുത്ത് നീട്ടാൻ തോന്നി? മെരുക്കി എടുത്തതായിരിക്കും. അവളെ രാജ്യദ്രോഹിയ. രണ്ട് ദേശത്തെയും നിന്നെ ചതിച്ചു. നിന്നെ കൈക്കലാക്കി ഈ ദേശത്തിന്റെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയായിരുന്നു അവൾ. പിന്നെ നീ അവളെ ഗർഭിണിയാക്കി അവളുടെ വയറ് നിറച്ചപ്പോ അവള് പശ്ചാത്താപം. എരണം കേട്ടവൾ. ഇപ്പോ നിനക്ക് വെറുപ്പ് തോന്നുന്നില്ലേ? വെറുപ്പ്? എനിക്കത് അവളോട്. എന്റെ പ്രാണനാണ് എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കിയവൾ. എനിക്ക് അവളെ വെറുപ്പ് പോയിട്ട് ഒരംശം ദേഷ്യം പോലും തോന്നില്ല. ചാവാലിപ്പട്ടിയല്ലേ? അതെ, അവളുടെ ചാവാലിപ്പട്ടി. എനിക്കൊരു കുറ്റബോധവും അതിലില്ല. നിന്നെപ്പോലുള്ള വിഷസർപ്പങ്ങളെക്കാൾ ഏറ്റവും ഭേദം ഈ ചാവാലിപ്പട്ടി തന്നെയാ. നിർത്തടാ നായ. ഒന്നും അറിയാത്തവനല്ലെന്ന് വിചാരിച്ച് കുഞ്ഞപ്പോ തർക്കുത്തരം പറയുന്നു. ആ തന്തയ്ക്കും തള്ളയ്ക്കും പോലും ഉപകാരമില്ലാത്ത നടന്നതല്ലടാ നീ. അതിന് തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത നിനക്കെങ്ങനെ അയാളോട് പറയാൻ പറ്റുന്നേ? നിന്നെ പോലുള്ള സർപ്പങ്ങളെ ഞാൻ പണ്ടേ അവഗണിക്കേണ്ടതായിരുന്നു. ഇമാ ഷിയോറവ് തോക്കിതാ താക്കിഷി. ഓ ശിദത്തെ താരക ഇത്തേരു കമ്മിരോയോ. ക്യാ വതാരക ശീനുക മിന്ന ശിത്തേരുസ. ഇതമോ ಈಗお前とその汚い夫さ久しぶりに会ったのにまだ私の力を過小評価してるのね。
조사는 매어 보이테이루까? 나이프遊びに怯えて長い練習の末にパンツに漏らしたことをこのこそ女め。Bon, ജിയാൻഹോ. Naman. എന്റെ നാമം അതാണ്. ഓ, നമ്മൾ അവൾ അവിടെ. ഒന്നും പറയണ്ട, നീ ഇറങ്ങ്. പക്ഷെ ഇസാമി. ഇസാമി തന്നെയാണ് പറഞ്ഞത് നിന്നോട് പോവാൻ, നിന്നെ രക്ഷിക്കാൻ അവൾ നോക്കിക്കോളും. 戦いが始まったら私のゴミをほどいてくれ。彼と戦わせて。でも、イサミ、それは全然じゃないよ。私の夫のためならどんな危険でも乗り越える。全然気にしない。わかった。ジュモリー。몸이야, 제발 눈을 감지 마시오. 몸이 제발 계시오. 그들을 만난 것은 내 인생에서 가장 아름다운 일을 있었어. 나는 우리 아기와 아름다운 가족이 그리울 것이오. 하지만 영원히 잠들기 전에 마지막으로 그대를 볼 수 있어. 다행이요. 이삼이 그대를 사랑해요. 내가 떠났는데도 그대와 함께할 것이요. 고맙소. 나를 염려하지 마시오. 아니, 몸이 계셔, 몸이 계셔. 계셔, 제발 계셔. 끝으로 난 지금 희독의 고도 나시다 나리.彼は 我が 兄弟 나리. 예, 彼は 마코토의 兄弟 나리. 今我がこれをせるならば永遠に後悔するなり。ഇസാമി, ഇസാമി. കൊല്ലണം. എന്റെ പാതയില്ലാതെയൊക്കെ അവരൊക്കെ വധിക്കണം. എന്റെ പ്രാണൻ, എന്റെ ജീവൻ. കണ്ടോ ചേഷ്ട, എന്റെ ചൂടും പറ്റി കിടക്കുന്നത് കണ്ടോ? കാണരുതായിരുന്നു, സംസാരിക്കരുതായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ജീവിച്ചത്. ഒരു കുഴപ്പമില്ലാതെ ഞാൻ കാരണം. ഇസാമി, നീ തളരരുത്. നിന്റെ പ്രിയതമനെ വധിച്ചവരെ നമുക്ക് ഇല്ലാതെയാക്കണ്ടേ? അതിന് നീ ശക്തി പ്രാപിക്കണം. കരയരുത്. കരച്ചിൽ അടക്കിപ്പിടിച്ച് ദേഷ്യവും അടക്കി
വെച്ചെല്ലാം അടുത്ത മുമ്പിൽ തുറന്നു കാട്ടി നമുക്ക് അവരെ ക്രൂരമായി വധിക്കാം. だまな、今こそ、我が故郷日本へ戻る時が来た。何をおっしゃいますか？本当にそれでよろしいのですか？私は皇帝をもう気にしない。奴は我が家族を気にしなかったのは豪だから。奴は我が姿を滅ぼした。そして、お前は私が黙って見ていると思うか？決してない。私は過去30年間葬儀を突きしたが、これが私がやったものだ。いや、奴は私を侮った。私は奴にその身ほどを申したって。これを彼上手に消してみせる。少しお待ちくだされ、天使様。何かをお申しいたします。なんじゃそれは。驚きにございます。イサミ？なぜここにいる？なぜ私を縛ったのだ？久しぶりですね、皇帝殿。私は皇居と尊敬すべき皇帝を恋しく思っておりました。もしあなたを縛らなければ騒ぎを起こすでしょう。それは望めない。私は穏やかな状態で皇帝に会いたいのです。イサミ、お前は非常に危険な義務をしている。分かっているのか？私はお前を滅ぼしてやる。私は日本の皇帝だ。お前の振る舞いを許すわけにはいかん。おや、痛いのですか？あなたは皮膚が十分に熱いと思っておりましたが、自分のため、そしてこの国のために命を捧げる人々に人間性を持たない方だと思っていましたので、イサミ！はあ、黙れこの臭い野郎が。お前がどれほど私の夫を傷つけたか、わかっているのか？彼は私のすべてだったのだ。お前は私の世界を滅ぼした。そして今、お前にはこれがふさわしい。イサミ、感覚へ帰しましょう。その国があなたを待っています。誰が私が戻ろうと言ったのか？イサミ、あそこにはあなたを待っている息子がいます。まだ5歳です。嫌なもん。私が音を失った痛みで苦しむ体で、私の子供が同じ痛みを味わうべきではありません。私の子供は苦しむべきではありません。私は彼の母親ですから。ナムナ、私には最後の願いがあります。どうか私の子供は自分の子供として面倒を見てください。これからは、彼はあなたと奥方の息子です。彼には私はおばだったと言ってください。そして彼が恋しいと伝えてください。彼のためです。お願いですなもん。彼は妹からの最後の願いです。イサミ、私にはできない。それは妻にと説明すればよいのか。これ場所で死んだとでも言ってください。それで十分です。お願いです。この最後の願いを叶えてください。
お願いします、ノモナ。お願いします。わかった。それでは、あなたはどうするつもりですか？私は、ゆっくりと彼のもとへ近づいてます。なに？それはどういう意味だ？イサミ！お前の頭が一体となっているだ。なぜそのことをするんだ？彼、私は完成させる存在ですのも。だから、彼も不完全なままにではなります。だから私は彼のもとへ行かなくてはなりません。彼が私を待っているのです。イサミ、これは愚かな決断だ。どうもこんなことはあなたのために指示しないだろう。わかっています。でも、最終的には彼も理解してくれるでしょう。彼は私を愛しているのですから、私は行かなくてはなりません。そして、兄へ、私の息子にこう伝えてください。どうか許してくださいと。イサミ。イサミ。ഏട്ടാ വന്നോ? ജോൻ എവിടെ? സംസ അപ്പ അമ്മ എവിടെ? ദേവു, ഇനി മുതൽ മോന്റെ അപ്പ ഈ സംശനാണ്. മോന്റെ അമ്മ ഈ മോയും. അവർ ദൂരെ യാത്രയ്ക്ക് പോയി. അവർ പറഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇവിടെ ദേവിയെ കാണാൻ വരുമെന്ന്. അന്നേരം മോൻ അവരെ കാണാലോ. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ മോന്റെ ഇയാളോ മോൻ പേടിക്കണ്ട കേട്ടോ. മോനെ ഈ ജന്മം മുഴുവൻ ഞാൻ സംരക്ഷിക്കും. ഒരച്ഛനെ പോലെ അല്ല, ഒരച്ഛനായിട്ട്. ഏട്ടാ, എന്താണ് ഈ സംഭവിക്കുന്നത്? അവളെവിടെ? അവൾ പോയി. എന്റെ ഇസ്ലാമി എന്താണ് സത്യം? ഹിസാമി, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഏട്ടാ, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. കാരണം എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ ഞാൻ. ചിലപ്പോ ദൈവം അല്ല, നമ്മുടെ മകനെ നോക്കാൻ വേണ്ടിയായിരിക്കും ദൈവം നമുക്ക് സൗഭാഗ്യം തരാതിരുന്നു. സാരമില്ല, നമുക്കിനി ഒരേ ഒരു പുത്രൻ, അവന്റെ നാമം കിംദേവ്. നമ്മളെ അപ്പ അമ്മ എന്ന് വിളിക്കാൻ ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ചത്. സോന, നീ എന്റെ ഭാഗ്യം തന്നെയാടി. അതൊക്കെ വിട, ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സഞ്ചാരം നടത്തണം അവരുടെ പേരിൽ. നാളെ കഴിഞ്ഞുള്ള ദിവസം തന്നെ. ഇസ്ലാമി കാരണമാണ് നമ്മളെ ഒന്നായത്. അവർക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ നന്ദിയില്ലാത്തവളായി പോകും. ശരി, എന്റെ ഭാര്യ പറഞ്ഞതുപോലെ നമുക്കിനി കഴിക്കാൻ പോവാം. എന്തു പറ്റി?
അതൊന്നുമില്ല നമ്പൂതിരി. നിങ്ങളുടെ ഫീസ് എത്രയാ? അത് 1000. ശരി, ഇഷ്ക് നീ വാ. ഇഷ്ക്, നീ എപ്പോഴും കരയുകയാണ്. ഇസാമി അവരവരുടെ പ്രണയത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ത്യജിച്ചു. തൻ്റെ പാതയെ തൊട്ടവരവളെ കൊന്നൊടുക്കി. കണ്ണകിയെപ്പോലെ നാട് ചുട്ടരിച്ചില്ലെങ്കിലെന്താ, പാതയെ തൊട്ടവരെയൊന്നും അവൾ വെറുതെ വിട്ടില്ല. പ്രണയത്തിന് വേണ്ടി ധൈര്യമായി പോരാടിയവൾ. പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് കണ്ടപ്പോൾ അവൾ അയാളുടെ കൂടെ പോകുവാനായി മാത്രം ആത്മഹത്യ ചെയ്തു. ഞാൻ ആലോചിക്കാം, ഹിന്ദിയിൽ ഇഷ്ക് ദേ വീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രേസ് ഉണ്ട്. അത് പറയുന്നത് ഇവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. പ്രണയത്തിന് വേണ്ടി എന്ത് ധൈര്യമുള്ള കാര്യം ചെയ്യാൻ മടിക്കാത്തത്. എന്താ അല്ലേ? ഞാനാണെങ്കിൽ മകനെ നോക്കാത്തതിൽ വഴക്ക് മാത്രമേ പറയത്തുള്ളൂ. എന്താ കാരണം എന്നറിയോ? തൻ്റെ ഉള്ളിലാണ് ബംസൊക്കെ ഉള്ളത്, എൻ്റെ ഉള്ളിൽ ഇസാമിയും. അതുകൊണ്ട് അത് വിട്. താൻ ഓക്കെ അല്ലേ? ഒന്നും പറ്റിയില്ലല്ലോ? ഞാൻ ഓക്കെയാണ്. ആ പാസ്റ്റ് ലൈഫ് കണ്ടപ്പോൾ ഞാൻ ഓവർവെൽഡായി പോയതാ. സാരില്ല, ആ തലവേദന പോയി കിട്ടുമല്ലോ, അത്രത്തോളം സന്തോഷം. ഒരു കഥയാൽ കണ്ടാൽ മതി, അത് അങ്ങനെ തീർന്നു. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നാര് പറഞ്ഞു? ലിക്വീർ, ഈ കഥയൊക്കെ കാണുന്നതിന് മുന്നേ ആ മ്യൂസിയത്തിൽ വെച്ച് എനിക്ക് തന്നെ ഇഷ്ടം. പിന്നെ തൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നോക്കണ്ടേ? ആര് കണ്ടു താൻ സീരിയൽ കില്ലറല്ലാന്ന്? അതുകൊണ്ട് കുറച്ച് ഒബ്സർവ് ചെയ്യാന്ന് കരുതി. അതിന്റെ ഞാനിപ്പോ നിനക്ക് സീരിയൽ കില്ലറായി തോന്നുന്നില്ല? അത് തമാശ പറഞ്ഞത്. So you choose to like me? Yeah, but now we'll just date. എനിക്ക് എല്ലാം മൊത്തത്തിൽ അറിഞ്ഞിട്ട് ഫർദർ സ്റ്റെപ്സ് എടുക്കാൻ താല്പര്യമുള്ളൂ, which will include our physical interactions too. Kiss also. Okay, you are the wish. പോയാൽ ഹലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ they choose to like them? Nah, destiny made them to like each other. And yeah, കഥയൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. ഓ, ദേവാതിദേവൻ ഇവിടെ ഉണ്ടായിരുന്നോ? ദേവാതിദേവൻ നിങ്ങളുടെ മറ്റാണ്. ആണല്ലോ, അതെന്നല്ലേ പറഞ്ഞത്. ഞാൻ മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഓ മൈ ഡാർലിംഗ് ദേവ്, why so hot? പോടാ മാറി. പേടിക്കണ്ട, സ്ഥിരമുള്ളതാ. രാത്രിയാകുമ്പം ഞാൻ എല്ലാ വിഷമങ്ങളും ശരിയാക്കിക്കോളാം. പോടോ കാമപ്രാന്ത. വരുന്നു ഡാർലിംഗ്, ഞാൻ ചെല്ലട്ടെ. പിന്നെ കഥയ്ക്ക് വല്ല സ്പെഷ്യൽ പാട്ടും വേണമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടാ. വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലും നോ ബൈസ് ഫോർ യു ഗൈസ്, ഓൺലി ഫോർ മൈ ദേവു. ദേവു, ഓക്കെ ബൈ. അങ്ങനെ ഇഷ്ക് ദേ വീർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ റയാൻഷ് പറഞ്ഞ പോലെ വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ കമൻറ്റ് ചെയ്യുക, എങ്കിൽ പറയുള്ളൂ. പിന്നെ ഈ കഥയ്ക്ക് സപ്പോർട്ട് എനിക്ക് എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഓൾസോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തവർക്കൊക്കെ പ്രത്യേകമായിട്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഫോണിന് പ്രശ്നമായി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വരകൾ വന്നു. വരകൾ ശരിയാക്കിയപ്പോഴേക്കും ഫയൽസ് മുഴുവൻ ഡാമേജ്ഡ് അല്ല, മിസ്മാച്ച് ടൈപ്പ്. അപ്പം ഞാനിത് എവിടുന്ന് ഒരാളുടെ ഇഷ്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാവും, എൻ്റെ ഫോട്ടോ വേറെ ഏതെങ്കിലും സ്ഥലത്തിരിക്കും. ഇസാമിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാവും, മറ്റേ ആളുടെ ഫോട്ടോ എവിടെയെങ്കിലും സൈഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ സോർട്ട് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ട് കോഡിങ് ചെയ്തിട്ട് ഞാനത് സോർട്ട് ചെയ്തു. അത്രയും ഞാൻ കഷ്ടപ്പെട്ടു. എന്നിട്ട് അത് റെഡിയാക്കി, എന്നിട്ടാണ് ഞാൻ സ്റ്റോറി എഴുതി സീൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അടുത്ത റീസൺ ലേറ്റ് ആവാന്ന് പറഞ്ഞാൽ ഞാൻ കഥകൾ എഴുതിയിട്ടാണ് സീൻസ് കണ്ടുപിടിക്കാറ്. അതായത് സീന് കണ്ടിട്ട് ഇതിൻ്റെ മേലെ കയറ്റാം എന്നല്ല എൻ്റെ അവസ്ഥ. കഥകൾ ഞാൻ ഓൾറെഡി എഴുതും. ഞാനൊരു എക്സ്പെക്റ്റേഷൻ വെക്കും, ചിലപ്പം ഇതേമാതിരി ഒരു സീൻ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനുള്ള ഭൂലോകം മുഴുവൻ ഞാൻ തപ്പി കണ്ടുപിടിക്കും. യൂട്യൂബിൽ
ഇവരുടെ ഇപ്പം കിഡ്നാപ്പിങ്സിൻ്റെ ആൻഷ്യൻ്റ് മെയിൻ കിഡ്നാപ്പിംഗ്, ആൻഷ്യൻ്റ് കൊറിയൻ മെയിൻ കിഡ്നാപ്പിംഗ് എന്നും പറഞ്ഞ് കൊടുത്താൽ നടക്കത്തില്ല, തരത്തില്ല അത് ഞാനുള്ള ഞാൻ ChatGPT-നോട് ചോദിച്ചു, ഉള്ള എല്ലാ ആൾക്കാരോടും ചോദിച്ചിട്ട് ഈ എപ്പിസോഡ് കണ്ടുപിടിച്ചിട്ട് എൻ്റെ ഉള്ള ഇല്ലീഗൽ സൈറ്റ്സിലെല്ലാം കയറിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്സ് കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ച് എഡിറ്റിങ് ബാക്കി എല്ലാവരും എഡിറ്റിങ് ചെയ്യുന്നില്ലേ, അവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് സ്കിൽ ഇഷ്യൂ ഉണ്ട്. ഞാൻ ഈ ഫീൽഡിൽ പുതിയതാണ്, അവരെ പോലെ 3-4-5 കൊല്ലമൊന്നും ആയിട്ടൊന്നുമില്ല. സോ അതിൻ്റേതായ കുഴപ്പങ്ങൾ എന്തായാലും ഉണ്ടാവും. ആൻഡ് ഓൾസോ പിന്നെ സീക്രട്ട് ഹസ്ബൻഡ് ചെയ്ത പോലെ 10-20 മിനിറ്റ് അല്ല, ഒരു മണിക്കൂറോളം നീളം ഉള്ളൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പം എൻ്റെ ഫോണില്ല, പൊതുവെ എഡിറ്റിംഗ് ആപ്സിൻ്റെ കുഴപ്പമാണ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് വലിയാൻ തുടങ്ങും. 5 മിനിറ്റ് എഡിറ്റ് ചെയ്യുമ്പോഴേക്കും അതൊരു വിലാൻ തുടങ്ങും. അപ്പം ഞാൻ പുറകോട്ട് പോയി പിന്നെയും സ്കിപ്പ് ചെയ്ത് ഞാൻ മുന്നോട്ട് വരും. ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഇത്രയും ഒരു മാസത്തോളം ലീവ് എടുക്കാനുള്ള കാരണം ഞാൻ പറയണല്ലോ, അതുകൊണ്ടിപ്പം ബോധിപ്പിച്ചതാണ്. സോ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾസോ എഗെയിൻ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന സാധനമാണ് സീക്രട്ട് ഹസ്ബൻഡ് എവിടെ എന്നൊക്കെ. വരും ഫെബ്രുവരി തീരുമ്പോൾക്ക് സീക്രട്ട് ഹസ്ബൻഡ് വരും. അത് ലാസ്റ്റ് എപ്പിസോഡാണോ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡാണോ എന്നൊന്നും എനിക്കറിയില്ല, വരും. ഓക്കെ, ഞാൻ 20 മിനിറ്റ് ആണെങ്കിൽ 20 മിനിറ്റ് ആക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കും. ഓക്കെ, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പോസ്റ്റുകൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കഥ ഇഷ്ടമാവില്ല, ഞാൻ എഴുതിയ കഥയാണല്ലോ ഇഷ്ടമാവില്ല, അത്രേ ഉള്ളൂ. കാരണം പുള്ളിക്കാരി എഴുതിയതിൻ്റെ സ്റ്റോറീൻ്റെ 7 എൻ്റെ സ്റ്റോറി എത്തത്തില്ല, സോ ഇഷ്ടമാകത്തില്ല. അപ്പം വളരെ ലോ എക്സ്പെക്റ്റേഷനോട് മാത്രം കണ്ടാൽ മതി. അതാണ് സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1 ഷോട്ട് ബാക്കിയുള്ളവരൊക്കെ 1 ഷോട്ടൊക്കെ ഇട്ടാൽ പിന്നെ 2 ആഴ്ച കൊണ്ടെടുത്ത പാർട്ടിടും. ഞാൻ എന്ന് പറഞ്ഞാൽ 1 മാസം എടുത്തു. അപ്പം കാരണങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റൊന്നും ചെയ്യുന്നില്ല. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതാണ്, ഞാനിവിടെ ജാപ്പനീസ് ലാംഗ്വേജ്, കൊറിയൻ ലാംഗ്വേജ്, പിന്നെ മലയാളം, ഓക്കെ, ഇംഗ്ലീഷ് അടക്കം വരും. ഈ 4 ലാംഗ്വേജസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ജാപ്പനീസ് എനിക്ക് മര്യാദയ്ക്ക് പറയാനൊന്നും അറിയത്തില്ല, എനിക്കറിയാത്തൊരു ഭാഷയാണ്. പക്ഷേ ക്യാരക്ടേഴ്സിന് സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജാപ്പനീസ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടാവും, ചിലതിൻ്റെ അർത്ഥമൊന്നും ശരിയാവത്തില്ല, എനിക്കറിയില്ല. നിങ്ങൾക്ക് ജാപ്പനീസൊക്കെ പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കൊറിയൻ പിന്നെ എനിക്കറിയാം, കാരണം ഞാൻ കൊറിയൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. എന്നാലും അതിൽ വല്ല തെറ്റുകൊണ്ട് ക്ഷമിക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ അബൌട്ട് 18+ കോണ്ടൻറ്റ്സ് ചിലപ്പം ഞാൻ കുറച്ചധികം വളരെ ഓവറായിട്ടുള്ള സാധനമാണ് ഇട്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ എനിക്ക് ന്യായമുണ്ട്. ക്യാരക്ടർ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്കിതാണ് കിട്ടിയത്, എനിക്കത് കയറ്റിയേ പറ്റും. ഇതൊന്നും അല്ലായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കാണണമായിരുന്നു, എല്ലാം കാണാമായിരുന്നു, ലിറ്ററലി എല്ലാം കാണാമായിരുന്നു. സോ അതൊക്കെ ഞാൻ വളരെ മാന്യമായ രീതിയിൽ കുറച്ചിട്ടുണ്ട്. പിന്നെ ഹെഡ്സെറ്റ് ഇടാൻ ഞാൻ പറഞ്ഞത്, പിന്നെ ക്യാരക്ടേഴ്സ് അത് കാണുമ്പോൾ ആ ഒരു ത്വര വരണമല്ലോ, ആ ത്വര വരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് സൗണ്ട് എഫക്റ്റിന് കയറ്റിയിട്ടുണ്ട്. സഹിച്ചു. നിങ്ങൾക്ക് വല്ല ഒഫെൻസീവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയാൽ മതി, കുറ്റം പറയാൻ വരണ്ട. ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അക്കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. ഒരുമാതിരി ചെറ്റ വർത്താനം പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും, അതും കൂടി ഓർക്കണം. ഓക്കെ, ഇവിടം വരെ ഞാൻ ഇത്രയും യാപ്പ് ചെയ്തു. അതൊക്കെ നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല, ആരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും യാപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഞാനെന്താ പോട്ടെ, സീക്രട്ട് ഹസ്ബൻഡുമായിട്ട് ഞാൻ വരാം. ബൈ ബൈ.